H-1B വിസ ഫീസ് വർധനയിൽ വ്യക്തത വരുത്തി അമേരിക്ക. നിലവിൽ H-1B വിസയുള്ളവർക്ക് ഫീസ് വർധന ബാധകമാകില്ല. പുതിയ അപേക്ഷകൾക്ക് മാത്രമാകും പുതുക്കിയ വിസ ഫീസ് നൽകേണ്ടി വരിക. സ്വന്തം വിവാഹത്തിനായി നടത്താനിരുന്ന യാത്ര വരെ റദ്ദാക്കേണ്ടി വന്ന ദിവസമായിരുന്നു ഇന്നലെ ചിലർക്ക്. H-1B വിസയ്ക്ക് $1 ലക്ഷം വാർഷിക ഫീസ് എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ദീപാവലി ആഘോഷങ്ങൾക്ക് കാത്തുനിൽക്കാതെ കിട്ടിയ വിമാനങ്ങളിൽ പലരും തിരിച്ചുപോയി. ടിക്കറ്റുകൾ ലഭിക്കാതെ വിമാനത്താവളങ്ങളിൽ നെഞ്ചിടിപ്പോടെ നിരവധി പേർ കുടുങ്ങി. ഇന്ത്യയിലേക്കുള്ള യാത്ര നൂറുകണക്കിന് പേർ റദ്ദാക്കി. ആശങ്കകൾക്കിടയിൽ വൈറ്റ് ഹൌസിന്റെ വിശദീകരണം ആശ്വാസമായി ഇന്നലെ രാത്രിയോടെ വന്നു. പുതിയ അപേക്ഷകൾക്ക് മാത്രമാണ് $1 ലക്ഷം ഫീസ് ബാധകമാവുക. നിലവിൽ H-1B വിസ കൈവശമുള്ളവർക്ക് എല്ലാം പഴയതുപോലെ തന്നെയായിരിക്കും. 16,000 അമേരിക്കൻ പൗരന്മാരെ ഒഴിവാക്കി അമേരിക്കൻ കമ്പനികൾ H-1B വിസക്കാരെ ജോലിക്കെടുത്തു എന്നതാണ് എന്തുകൊണ്ട് ഉയർന്ന ഫീസ് ചുമത്തി എന്നതിന് വൈറ്റ് ഹൌസ് നൽകുന്ന വിശദീകരണം. H-1B വിസക്കാരുടെ എണ്ണം കൂടുന്നത് അമേരിക്കൻ പൗരന്മാർക്കിടയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്നു എന്ന വാദവും വൈറ്റ് ഹൌസ് ഉയർത്തുന്നു. അമേരിക്കയുടെ പുതിയ തീരുമാനങ്ങൾ സൃഷ്ടിച്ച സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. $1 ലക്ഷം എന്ന പുതിയ ഫീസ് നിരക്കിൽ ഏതെങ്കിലും കമ്പനികൾ ഇനി H-1B വിസ അനുവദിക്കാൻ തയ്യാറാകുമോ എന്നത് വലിയ ആശങ്കയാണ്. പുതിയ ജീവനക്കാരെ സൃഷ്ടിക്കാനാകില്ല എന്നതും ഇന്ത്യക്കൊപ്പം അമേരിക്കൻ കമ്പനികൾക്കും പ്രതിസന്ധിയാണ്. ഇന്ത്യയുടെ ആശങ്ക അമേരിക്കയുമായി പങ്കുവയ്ക്കുമെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. റിപ്പോർട്ടർ, ദില്ലി.